നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ കപ്പങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ പച്ചപ്പപ്പങ്ങ എടുക്കാം, അല്ലെങ്കിൽ ചെനച്ച കപ്പങ്ങ എടുക്കാം. ഏതായാലും കുഴപ്പമില്ല, പക്ഷേ ചെനച്ച കപ്പങ്ങയൊക്കെ ആയിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിൻ്റെ തോലൊക്കെ ഇതുപോലെ കട്ടിയിലൊന്ന് ചെത്തിക്കളയണം. എന്നിട്ട് നന്നായിട്ട് കഴുകണം. നല്ല ചിറ ഉണ്ടാകും. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അതായത് ഇതിങ്ങനെ കട്ട് ചെയ്തപ്പോൾ അത് കണ്ടില്ലേ, ചെറുതായിട്ട് പഴുത്ത് തുടങ്ങിയിട്ടുള്ളൂ, അതായത് ചെനപ്പായിട്ടുള്ളൂ. ഒന്നിൽ കുരു ഉണ്ടായില്ല. കുരുവുള്ള കപ്പങ്ങയുടെ കുരു കുറച്ച് കറുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഒടിക്കുമ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട് വന്നാണ്ടില്ല. അപ്പോൾ അത് കാരണം പഴുത്ത് പോയിട്ടില്ല കേട്ടോ, പഴുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ പരുവത്തിലുള്ള കപ്പങ്ങയാണ് അച്ചാറിടാൻ എടുക്കുന്നതെങ്കിൽ നമ്മുടെ അച്ചാറിന് ചെറിയൊരു മധുരം ഉണ്ടായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇത് നമുക്ക് കുറച്ച് കനത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെല്ലാം ചെറുതായി കട്ട് ചെയ്യാം. ഓരോരുത്തരും ഇഷ്ടം പോലെ കട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു അളവിലാണ് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തത്. ഏതാണ്ട് 1 കിലോളം വരുന്ന കപ്പങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് 2 ഇടത്തരം കപ്പങ്ങയാണ് ഇതിനു വേണ്ടി എടുത്തത്. അപ്പോൾ ഒരു ചീനിച്ചട്ടി നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ തവിടെണ്ണ ഉണ്ടല്ലോ, റൈസ് ബ്രാൻ ഓയിൽ, അതാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നല്ലെണ്ണ മാത്രമായാലും മതി. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അത് പൊട്ടിക്കഴിയുന്നതിന് മുമ്പ് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഒന്നിട്ട് പൊട്ടിക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയതാണ്, അതിട്ട് കൊടുക്കാം. ഒരു 10-12 അല്ലി വെളുത്തുള്ളി നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്താണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നമ്മുടെ ഇഷ്ടാനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതും ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. അതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച കപ്പങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കപ്പങ്ങ എണ്ണയിലിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മറ്റേതൊന്നും, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും അധികം നേരം വഴറ്റാതിരുന്നത്. ഇതിൻ്റെ ഒപ്പം അതും കൂടെ വെന്ത് വന്നോളും. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടുതൽ നമുക്ക് കപ്പങ്ങ വഴറ്റേണ്ട ആവശ്യമില്ല. കപ്പങ്ങ ഒട്ടും വെന്ത് പോകരുതേ. അപ്പോൾ 5 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. കപ്പങ്ങ ഒട്ടും വെന്ത് പോയിട്ടില്ല. ഇത്ര മതിയാകും. ഇതിനകത്തേക്ക് നമുക്ക് 3 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം അളവാണ്, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഉപ്പിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ 3 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. അച്ചാറിന് എപ്പോഴും ഉപ്പ് കുറച്ച് കൂടുതലുണ്ടാവണം. അപ്പോൾ ഇത് കറക്റ്റ് അളവായിരുന്നു. പിന്നെ നമ്മളെടുക്കുന്ന കപ്പങ്ങയുടെ അളവിൽ വ്യത്യാസം വരുമല്ലോ, അതാണ് ഞാൻ ഏകദേശ കണക്ക് പറഞ്ഞത്. അപ്പം ഇതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 3 ടീസ്പൂൺ എരിവുള്ള ചില്ലി പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം, ഇനി മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയുടെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയും മുളക് പൊടി ഇടണമെന്നില്ല, 2 ടീസ്പൂൺ വെച്ചോ നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച്. പിന്നെ ഒരുപാട് മുളക് കൂട്ടാത്തവരാണെങ്കിൽ ഒരുപാട് മുളകൊന്നും ഇടേണ്ട ആവശ്യമില്ല. എനിക്കിവിടെ നല്ല എരിവ് വേണം, നല്ല കളറും വേണം. അപ്പോൾ അതാണ് ഞാൻ ഇത്രയും മുളക് പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നോക്കിയാൽ മതി. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്കിത് മുളക് പൊടി വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മതിയാകും. ഇപ്പോൾ കറക്റ്റ് ഒരു അളവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം, എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ കപ്പങ്ങ ഒട്ടും പുളിയില്ലാത്തൊരു ഫ്രൂട്ടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വിനാഗിരി കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു 1/2 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് നേരം ഇനിയിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. തിളപ്പിച്ച് ഇങ്ങനെ പപ്പങ്ങ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിത് ഈ ചീനിച്ചട്ടിയിൽ നിന്ന് മാറ്റി ഒരു ഡ്രൈ ആയ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം.
നമ്മുടെ അച്ചാർ ഒരുപാട് ലൂസും അല്ല, ഒട്ടും തന്നെ ഡ്രൈയും അല്ല. കുറച്ചും കൂടെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു അരക്കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുവിധം നല്ല ലൂസായിട്ടിരിക്കും. എന്നാലും കുറച്ച് വെള്ളം കപ്പങ്ങ വലിച്ചെടുക്കും. ഇതിപ്പോൾ ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ള ചില്ലിൻ്റെ ജാറിലേക്ക് ഇട്ട് വയ്ക്കാം ചൂടാറിയതിന് ശേഷം. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ലൈറ്റ് മധുരമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം. താങ്ക്